ആദിവത്തിൻ്റെ മീനിങ് എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. എന്താ പറഞ്ഞാൽ ആദി എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിൻ എന്നാണ്. ഒറിജിൻ മീൻ ചെയ്യുന്നത് എന്താ പറയുക, സ്റ്റാർട്ട് ആൻഡ് ബിഗിനിങ് എന്നൊക്കെ പറയില്ലേ, അതാണ് ആദി എന്ന് മീൻ ചെയ്യുന്നത്. ആദികാലങ്ങളിൽ എന്നൊക്കെ പറയുമ്പോൾ അത് സാൻസ്ക്രിറ്റ് നെയിമായിട്ടും വരും. അപ്പോൾ ആദിവം എന്ന് പറയുമ്പോൾ ഓമിൻ്റെ ഒരു സ്റ്റാർട്ട്, അങ്ങനെ ഓം നമ്മുടെ മെയിൻ ഓം അതാണല്ലോ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടും കണക്കൂട്ടാം. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മുടെ പൂർവികർ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മില്ലറ്റ്സും അങ്ങനത്തെ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവർ അതൊക്കെ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം അന്നത്തെ കാലത്ത് കൂടുതൽ ഹോസ്പിറ്റലും കാര്യങ്ങളില്ലാണ്ട് അവരിപ്പോൾ 90-100 ഇയേഴ്സ് വരെയൊക്കെ ജീവിക്കാനുള്ള റീസൺ ഉണ്ടാകാമായിരിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടേതായ ലൈഫ് സ്റ്റൈൽ മാറി വരുമ്പോൾ നമ്മുടെ ഫുഡ് മാറി, അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ഇതൊന്നും എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഹെൽത്തും അതേമാതിരി തന്നെയാണ് എന്താ പറയുക വ്യത്യാസം കാണുന്നത്. അപ്പം ഇന്ന് നമുക്കിവിടെ അടിപൊളിയായിട്ടുള്ളൊരു ഹൽവ ഉണ്ടാക്കാം കേട്ടോ. ഹൽവ മീൻസ് ആദ്യം മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സ് ഉപയോഗിച്ച് നമുക്ക് ആദ്യം വെല്ലപ്പാവ് ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ എടുക്കാം. തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ആദ്യം മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സ് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നല്ല ഒരു മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുക. മിക്സാക്കി വെച്ച ശേഷം നമ്മൾക്ക് വെല്ലപ്പാവിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച ആദിവൻ മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സും തേങ്ങാപ്പാലും കൂടിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു തിക്ക് രൂപത്തിലായിട്ട് വരും. അതിലേക്ക് നമ്മൾ കുറച്ച് നേരം നെയ്യും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പൊടിച്ചിടാം. നമുക്ക് ഏത് വേണമെങ്കിലും പൊടിച്ചിടാം. ഞാനിവിടെ ബദാമും കാഷ്യൂ അങ്ങനത്തെ 2 ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് കുറച്ച് വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നല്ല നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ അത് വിട്ട് വരുന്ന വരെ നല്ല ടൈറ്റ് ആകുന്ന വരെ ഇളക്കിയ ശേഷം ഇതേമാതിരി ഒരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുക. സെറ്റാക്കി വെച്ച ശേഷം ഇതേമാതിരി കട്ട് ചെയ്തിട്ട് സ്ക്വയറായിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റായിരുന്നു. എനിക്ക് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നോക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ഡേ.